ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മളിവിടെ റെഡിയാക്കി എടുക്കുന്നത് അവിൽ വെച്ചിട്ട് വൈകിട്ടുള്ള ചൂട് ചായയുടെ കൂടെ ഒരു കിഡിലൻ പക്വട റെസിപ്പി കേട്ടോ. എല്ലാവർക്കും വളരെ ഞൊടിയിടയിൽ റെഡിയാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു കിഡിലൻ ഐറ്റം. നമ്മുടെ കിച്ചണിലുള്ള ഐറ്റംസ് വെച്ചിട്ട് മാത്രം നമുക്കിത് റെഡിയാക്കി എടുക്കാം കേട്ടോ. പിള്ളേർ ക്ലാസ്സൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ പെട്ടെന്ന് റെഡിയാക്കി കൊടുക്കാൻ പറ്റിയിട്ടുള്ള അടിപൊളിയായിട്ടുള്ളൊരു ഐറ്റം. ഒട്ടും എണ്ണ കുടിക്കുക അങ്ങനത്തെ ഒരു പ്രശ്നവുമില്ല കേട്ടോ. ഒരു കപ്പ് അവിലും ഒരു ഉരുളക്കിഴങ്ങും ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീഡിയോസ് ഇഷ്ടമാവും. നമ്മുടെ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യുക. ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബും കൂടി ചെയ്യാം കേട്ടോ. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ഈ ഒരു സിമ്പിളായിട്ടുള്ള പക്വട റെഡിയാക്കി എടുക്കാമെന്ന് കണ്ടു നോക്കിയാലോ. അപ്പോൾ ഇതാ നമ്മൾ സ്നാക്ക് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് അവിലെടുത്ത് വെച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ ഇവിടെ മട്ട അവിലാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. നിങ്ങൾക്ക് ഏത് അവിൽ വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം കേട്ടോ. അപ്പോൾ ഇതൊന്ന് നല്ല പോലെ ഒരു സ്റ്റെയിനറിലേക്ക് നമ്മൾ മാറ്റിയെടുത്തിട്ട് ജസ്റ്റ് ഒന്ന് തട്ടിയെടുത്തിട്ടുണ്ട്. ചെറിയ പൊടികളുണ്ടാവും. അപ്പോൾ അതൊന്ന് ഇതേപോലെ ഒന്ന് ഇങ്ങനെ തട്ടിയെടുക്കുക. ഇനി നമ്മളിത് കഴുകിയെടുക്കണവർക്ക് കഴുകിയെടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇതിവിടെ കഴുകിയൊന്നും എടുക്കുന്നില്ല. നല്ല അവിലാണ്. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്കൊന്ന് കുതിർക്കാനായിട്ട് വെക്കാം. മാറ്റി വെക്കാം. അത് നല്ലപോലെ ഒന്ന് കുതിർന്ന് വരട്ടെ. പിന്നെ ഞാനിതിലേക്ക് ഇതാ ഒരു മീഡിയം സൈസുള്ള ഉരുളക്കിഴങ്ങാണ് നമ്മൾ എടുത്തിട്ടുള്ളത് കേട്ടോ. ഇത് പുഴുങ്ങിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്കിതേപോലെ തൊലി കളഞ്ഞിട്ട് നമ്മുടെ ഈ ഒരു അവിലിൻ്റെ കൂടെ ഒന്ന് അരച്ചെടുക്കാനും കൂടെ ഉള്ളതാണ് കേട്ടോ. അപ്പോൾ ചെറിയ കഷ്ണങ്ങളാക്കി നമുക്ക് മിക്സിയുടെ ജാറിൽ അരഞ്ഞു കിട്ടും വിധത്തിലൊന്ന് കട്ട് ചെയ്തിട്ടിട്ട് കൊടുക്കാം. നമ്മുടെ അവിൽ നല്ലപോലെ കുതിർന്ന് വന്നിട്ടുണ്ട്. ഇതിലുള്ള ഒരു വെള്ളം ഒന്ന് മാറ്റിയിട്ട് മിക്സിയുടെ ജാറിലേക്ക് നമുക്കൊന്ന് മാറ്റി കൊടുക്കാം. ഞാനിതാ അതിലുണ്ടായിരുന്ന വെള്ളം നമ്മളൊന്ന് മാറ്റിയെടുത്തിട്ടുണ്ട്. മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്തെടുത്ത നമ്മുടെ ഉരുളക്കിഴങ്ങ്, ചെറിയ ഉള്ളി ഒന്ന് ചതുക്കി എടുത്തതാട്ടോ, അതും കൂടെ ഇതിലേക്ക് ഇട്ടിട്ട് നമുക്കൊന്ന് പേസ്റ്റാക്കി ഒന്ന് കൊണ്ടുവരാം. നല്ല പോലെ സ്മൂത്താക്കി അരച്ചെടുക്കാം. അപ്പോൾ ഇതാ നമ്മൾ നല്ല ഫൈനായിട്ട് അരച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഇതാ നമ്മൾ നല്ല പോലെ മിക്സിയുടെ ജാറിൽ നിന്ന് കൈ വെച്ച് നല്ല പോലെ എല്ലാം ഒന്ന് വടിച്ചങ്ങ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഒരു ചെറിയ സവോള നല്ല തിന്നാക്കിയിട്ട് നമ്മൾ അരിഞ്ഞെടുത്തിട്ടുള്ളതാട്ടോ. അതേപോലെ തന്നെ ഒരു 2 തണ്ട് കറിവേപ്പില നമ്മൾ ചെറുതായി ഒന്ന് കട്ടിംഗ് ബോർഡിൽ വെച്ചൊന്ന് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ കുറച്ച് സ്പൈസിയിലാണ് ഈ ഒരു ഐറ്റം റെഡിയാക്കി എടുക്കുന്നത് കേട്ടോ. ചെറിയ പിള്ളേരൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പച്ചമുളക് ഇതിൽ നിന്ന് ഒഴിവാക്കിയെടുക്കാം. നമുക്കിത് കുറച്ച് എരിവിൽ ചെയ്തെടുക്കുമ്പോഴാണ് കഴിക്കാൻ ഒരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. പിന്നെ നമുക്കിതിലേക്ക് ഇതാ ഞാനിപ്പോൾ ഇവിടെ ഒരു 3 പച്ചമുളക് എടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു പിടിയോളം മല്ലിയില, പുതിനയിലയും മല്ലിയിലയും കുറച്ച് കൂടുതൽ തന്നെ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അതേപോലെ ഇഞ്ചി വെളുത്തുള്ളിയും കൂടെ ചതക്കി എടുത്തിട്ടില്ല കേട്ടോ. അതെനിക്ക് ചെറുതായി ഒന്ന് അരിഞ്ഞെടുക്കുകയും ചെയ്തെടുക്കാം. 2 അല്ലി ചുവന്നുള്ളി ഒന്ന് ചതക്കി എടുത്തിട്ടുണ്ട്. അതും കൂടെ നമുക്കിതിലേക്ക് അങ്ങ് ചേർക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ പൊടികൾ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഫ്ലേവറിന് വേണ്ടിയിട്ട് ഞാനിതവിടെ കായം ഓപ്ഷനിലാണ്. ഇതിന് പകരം നിങ്ങൾക്ക് അയമോദകം, നമ്മൾ ആയുർവേദ കടകളിൽ നിന്ന് വാങ്ങിച്ചെടുക്കുന്ന അയമോദകം ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ അതിനോടൊപ്പം തന്നെ ഒരല്പം ബേക്കിംഗ് സോഡ, നമ്മുടെ ഒരു ഐറ്റം ഒന്ന് പൊന്തി വരാൻ കിട്ടും. മഞ്ഞൾപ്പൊടി ചേർക്കാം കേട്ടോ.
ഇനിയിപ്പോൾ നിങ്ങൾക്ക് കായത്തിൻ്റെ പൊടി ചേർക്കാൻ താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ചിക്കൻ മസാല ഉണ്ടെങ്കിൽ അത് ചേർത്താലും മതിയാവും. ഇളവിൽ അല്പം മുളക് പൊടി വളരെ കുറച്ച് മതിയാവും. ഇനി ഇതാ ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ചേർത്താൽ മതി. ഞാൻ ഒരു ഇത്തിരി ജീരകം, നല്ല ജീരകം, ചെറിയ ജീരകം ഉണ്ടല്ലോ, അതും കൂടെ ചേർക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ടത് അരിപ്പൊടി. നമ്മൾ സാധാരണ പത്തിരി ഇടിയപ്പമൊക്കെ റെഡിയാക്കി എടുക്കുന്ന നൈസ് പത്തിരിപ്പൊടി ഇതിലേക്ക് ചേർത്തിട്ട് നമുക്ക് നല്ല പോലെ ഒന്ന് കുഴച്ചെടുക്കണം. നമ്മൾ എണ്ണയിലിട്ട് വറുത്തെടുക്കുമ്പോൾ എണ്ണ കുടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. ഫസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം, ഈ എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കുഴച്ചങ്ങ് എടുക്കാം. അപ്പോൾ ഞാനിത് കൈ വെച്ചിട്ട് തന്നെ ഒന്ന് നല്ലപോലെ തിരുമ്മി അങ്ങ് എടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ നല്ല പോലെ ഒന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഇതാ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് നമ്മൾ ചേർത്തെടുത്തിട്ടില്ല കേട്ടോ. നോക്കിയിട്ട് നമുക്ക് കുറേശ്ശെ ഉപ്പ് ചേർക്കാം. ഇനി ഇതാ നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള 1 കപ്പ് അവിലിന് 1 കപ്പ് പൊടി ഞാൻ എടുത്തിട്ടുണ്ട്. നമുക്ക് നോക്കിയിട്ട് എത്രമാത്രം പൊടി വേണമെന്നുള്ളത് നോക്കിയിട്ട് കുറേശ്ശെ പൊടി നമുക്ക് ഇതിലേക്ക് ചേർത്തിട്ട്, ഒരുപാട് ടൈറ്റായിട്ടുള്ള ബാറ്ററല്ല കേട്ടോ. നമ്മൾ സാധാരണ ഇങ്ങനെ എന്താ പറയുക, ബജ്ജിയൊക്കെ റെഡിയാക്കി എടുക്കില്ലേ, ആ ഒരു രീതിക്കുള്ള മാവാക്കിയിട്ട് ഒന്ന് കുഴച്ചെടുത്താൽ മതിയാവും. അപ്പോൾ ഇതാ നമ്മുടെ ഐറ്റം ഇവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്, കണ്ടില്ലേ. ഞാനൊരു 5 മിനിറ്റ് നമ്മളിതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ നമുക്കിതൊന്ന് വറുത്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിത് അവിടെ ഒരു നോൺ സ്റ്റിക്കിൻ്റെ ഒരു ചീനച്ചട്ടിയിലേക്ക് നമ്മൾ എണ്ണ ഒഴിച്ച് ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ നമ്മൾ എണ്ണ ചൂടായിട്ടുണ്ട്. ഇനി നമ്മളെന്ത് ചെയ്യുന്നത് വെച്ചാൽ, ഒരു ബൗളിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് ഇതേപോലെ കൈയൊന്ന് ഇതേപോലെ ബൗളിൽ വെള്ളത്തിലൊന്ന് മുക്കിയതിന് ശേഷം നമുക്ക് കുറേശ്ശെ ഇതിലേക്ക് മാവൊന്ന് പിച്ചിട്ട് കൊടുക്കുക. നമ്മൾ സാധാരണ പക്കവട റെഡിയാക്കി എടുക്കുന്ന പോലെ തന്നെ ഇതേപോലെ ഇട്ട് കൊടുക്കുക. നല്ല ക്രിസ്പി ആയിട്ട് തന്നെ നമുക്കിത് കിട്ടും. അപ്പോൾ ഇതാ ഒരു വശം ഇവിടെ റെഡി ആയിട്ടുണ്ട്, കണ്ടില്ലേ. നല്ല പോലെ അങ്ങ് മൊരിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു വശവും കൂടെ ഒന്ന് തിരിച്ചിട്ടിട്ട് റെഡിയാക്കി എടുക്കാം. നല്ലൊരു അടിപൊളി സ്മെല്ലാട്ടോ വരുന്നത്. സോസൊക്കെ കൂട്ടിയിട്ട് പിള്ളേർക്ക് കൊടുക്കണമെങ്കിലോ അവരങ്ങ് ആസ്വദിച്ച് കഴിക്കും. അത്രയും ടേസ്റ്റാണ് ഈ ഒരു ഐറ്റം. നല്ല ക്രിസ്പി ആയിട്ട് തന്നെ ഇരിക്കുന്നുണ്ട്, കണ്ടല്ലോ. ഇനി ഇത് ഒരു വശവും കൂടെ ഒന്ന് റെഡി ആയതിന് ശേഷം നമുക്കൊന്ന് കോരി മാറ്റിയെടുക്കാം കേട്ടോ. പിന്നെ നമുക്കിതൊന്ന് കോരി മാറ്റിയെടുക്കാം. ഒരു ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് നമുക്കിതൊന്ന് മാറ്റി കൊടുക്കാം. അതിലുള്ള എണ്ണ നല്ല പോലെ അങ്ങ് മാറി വന്നോളൂ. പിന്നെ ഇത് നമുക്ക് ഒരു വശം ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. നമുക്ക് വൈകിട്ട് ചായയുടെ കൂടെ ഒന്നും കഴിക്കാനില്ലാത്ത സമയങ്ങളൊക്കെ നമുക്കുണ്ടാവാറുണ്ട് അല്ലേ. ആ സമയത്തൊക്കെ ഇതേപോലെ ഒരു പാക്കറ്റ് അവിൽ വാങ്ങിക്കുക, അല്ലെങ്കിൽ വീട്ടിലുണ്ടെങ്കിൽ നമുക്കിതേപോലൊക്കെ എടുത്തിട്ട്, അവിലില്ലാത്ത വീടൊന്നും എവിടെ ഉണ്ടാവില്ല, പിള്ളേരൊക്കെ ഉള്ള വീട്ടിൽ പ്രത്യേകിച്ചും അവിലൊക്കെ ഉണ്ടാവും. നമുക്കിതേപോലൊക്കെ നല്ല എണ്ണക്കടിയൊക്കെ കഴിക്കാൻ താല്പര്യമുള്ളവരാണെങ്കിൽ ഇതേപോലെ റെഡിയാക്കി എടുക്കാം കേട്ടോ. അത്രയും ടേസ്റ്റാണ് ഈ ഒരു ഐറ്റം. ഞാനിതൊരു 10 മിനിറ്റും കൂടെ നമുക്കൊന്ന് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ബേക്കിംഗ് സോഡ ചേർത്തിട്ടുള്ളതുകൊണ്ട് നല്ല പോലെ അങ്ങ് വീർത്ത് ബോൾ പോലെ വരും. നമ്മളിപ്പോൾ ഇവിടെ റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ടൊന്നുമില്ലല്ലോ. ഞാനിപ്പോൾ ഇവിടെ ആകെ ഒരു 5 മിനിറ്റാണ് നമ്മളിതൊന്ന് സോഫ്റ്റ് ആവാൻ വേണ്ടി വെച്ചത്.
അപ്പോൾ കുറച്ച് നേരത്തൊക്കെ നമ്മളിത് സെറ്റാക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല പോലെ അങ്ങ് വീർത്ത് പൊള്ളച്ചങ്ങ് പൊന്തി വന്നോളൂ കേട്ടോ. അപ്പോൾ ഇനി ഇതൊന്നും കൂടെ ഒന്ന് റെഡിയാവട്ടെ. അപ്പോൾ ഇതാ നമ്മൾ സെക്കൻഡ് ട്രിപ്പ് കൂടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, ഞാൻ ഒത്തിരി ബ്രൗൺ ആക്കി എടുക്കുന്നില്ല കേട്ടോ. നല്ല ക്രിസ്പി ആയിട്ട് തന്നെ ഇത് ഇരിക്കുന്നുണ്ട്. നിങ്ങൾക്ക് കേൾക്കുന്നുണ്ടോയെന്നറിയില്ല. കണ്ടില്ലേ, ഒട്ടും എണ്ണ കുടിച്ചിട്ടില്ല കേട്ടോ. നല്ല രീതിക്ക് തന്നെ നമുക്കിത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഈ ഒരു സ്നാക്ക് ഇഷ്ടമാണെന്ന് വിശ്വസിക്കുക കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾ ഫീഡ്ബാക്ക് അറിയിക്കുക കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ അവിലും ഒരു ഉരുളക്കിഴങ്ങും വെച്ചിട്ട് നമ്മൾ വൈകിട്ടുള്ള ചൂട് ചായയുടെ കൂടെ അടിപൊളിയായിട്ടുള്ള ഒരു ഐറ്റം റെഡിയാക്കി എടുത്തിട്ടുള്ള കേട്ടോ. പക്കവട റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കടലമാവ് തന്നെ വേണമെന്നൊന്നുമില്ല. ഈ ഒരു രീതിയിലും നമുക്ക് റെഡിയാക്കി എടുക്കാം. നല്ല ക്രിസ്പി കേട്ടോ. കണ്ടില്ലേ, നിങ്ങൾക്ക് നിന്ന് കഴിച്ച് കാണിച്ചു തരാം വേണമെങ്കിൽ. ആ ഒരു സൗണ്ട് നിങ്ങളൊന്ന് കേട്ട് നോക്ക്. കണ്ടില്ലേ, അത്രയും നമുക്ക് അടിപൊളിയായിട്ട് പെർഫെക്റ്റ് ആയിട്ട് തന്നെ ഈ ഒരു ഐറ്റം കിട്ടിയിട്ടുണ്ട് കേട്ടോ. അടിപൊളി ടേസ്റ്റ് കേട്ടോ. ഒന്നും പറയാല്ല. ആ ഒരു ജീരകത്തിൻ്റെയും നമ്മുടെ ആ ഒരു കായത്തിൻ്റെ പൊടിയുടെയും അതേപോലെ മല്ലിയിലയുടെയും പിന്നെ പുതിനയുടെ ഒക്കെ ആ ഒരു ഫ്ലേവർ ഉണ്ടല്ലോ, പ്രത്യേകമായിട്ട് മുന്നിൽ നിൽക്കുന്നുണ്ട് കേട്ടോ. ഒട്ടും എണ്ണ കുടിച്ചിട്ടില്ല. വൈകിട്ടുള്ള നല്ല അടിപൊളി ചൂട് പാൽച്ചായയുടെ കൂടെ കിഡിലൻ നൈറ്റ് കേട്ടോ. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് കേട്ടോ. കണ്ടല്ലോ, എല്ലാവർക്കും നമ്മുടെ വീഡിയോസ് ഇഷ്ടമാണെന്ന് വിശ്വസിക്കണം. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക, ഫീഡ്ബാക്ക് അറിയിക്കുക കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് നാളെ മറ്റൊരു വീഡിയോ കാണുന്നവരെ അസ്സലാമു അലൈക്കും.